ഫിൻജാൽ ചുഴലിക്കാറ്റ് അല്പസമയത്തിനകം തീരം തൊടും. തമിഴ്നാട്ടിലെ 7 ജില്ലകളിൽ ഉണ്ടായിരുന്ന റെഡ് അലർട്ട് 13 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ചെന്നൈ കോർപ്പറേഷനിൽ 329 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്, കനത്ത മഴ പെയ്യുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഫിൻജാൽ ചുഴലിക്കാറ്റ് അല്പസമയത്തിനകം തമിഴ്നാട് തീരം തൊടും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് 7 ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 13 ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 5 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ചെന്നൈ നഗരത്തിലും പല ഭാഗങ്ങളിലും ഇപ്പോൾ തന്നെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ചെന്നൈ കോർപ്പറേഷൻ പരിധിയിൽ 329 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. റഹീസ് ചേരുന്നു. റഹീസ്, എന്താണ് നിലവിലെ മഴയുടെ സാഹചര്യം? മുന്നൊരുക്കങ്ങൾ എങ്ങനെ? ഗോകുൽ, നിലവിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ 7 ജില്ലകളിൽ ഉണ്ടായിരുന്ന റെഡ് അലേർട്ട് ഇപ്പോൾ 13 ജില്ലകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 13 ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈയും ചെങ്കൽപ്പെട്ടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അതിശക്തമായി മഴ പെയ്യുന്ന ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ 13 ജില്ലകളിൽ റെഡ് അലേർട്ട്, ഒപ്പം തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അങ്ങനെ മഴ അതിശക്തമായി തുടരുകയാണ്. ഇപ്പോൾ ചെന്നൈയിൽ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ കാറ്റിന് ഒട്ടും കുറവില്ല. കാറ്റ് വലിയ രീതിയിൽ വീശുന്നുണ്ട്. ഏതാണ്ട് ഫിൻജാലിൻ്റെ ഒരു വരവ് 100 കിലോമീറ്റർ അപ്പുറം മാത്രം ദൂരെയാണ് ഫിൻജാൽ ചുഴലിക്കാറ്റുള്ളത്. അതിൻ്റെ ഒരു തീവ്രത ഏതാണ്ട് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. ചെന്നൈയുടെ നഗരമേഖലകളിൽ, ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശത്തൊക്കെയും ഒരുപോലെ തന്നെ കാറ്റ് അതിശക്തമായി തുടരുന്നു. താഴ്ന്ന മേഖലകളിലൊക്കെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ചെന്നൈ കോർപ്പറേഷനിൽ 200-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നേരിട്ടെത്തിയാണ് ഈ ക്യാമ്പുകളുടെ തുടക്കം കുറിച്ചത്. അതായത് താഴ്ന്ന പ്രദേശത്തുള്ളവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും ഫിൻജാൽ ചുഴലിക്കാറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. രാത്രി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അർദ്ധരാത്രിയാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 2-3 മണിക്കൂറിനുള്ളിലൊക്കെ ഇത്തരത്തിൽ മഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും 100 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് 10 മണിക്കും 11 മണിക്കും ഒക്കെ ഇടയിലൊക്കെ ആകും, അല്ലെങ്കിൽ അതിന് ശേഷമാകും ഈ ചുഴലിക്കാറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലാണ് പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. എന്നാൽ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ കാറ്റ് നിലം തൊടും, തമിഴ്നാട് തീരത്തേക്ക് എത്തും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ ഇത് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. അത് സമീപ ജില്ലകളിലൊക്കെയും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അത്തരത്തിൽ രാവിലെ ഈ കിച്ചണുകളിലൊക്കെ, അമ്മ കിച്ചണിൽ നിന്നുമൊക്കെ സൗജന്യ ഭക്ഷണം എല്ലാ പ്രദേശത്തേക്കും എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സർക്കാർ അതിൻ്റെ പ്രവർത്തനം ഒരു തരത്തിൽ മികച്ചതാക്കി കൊണ്ടുപോവുകയാണ്. ഈ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസ് ഒക്കെയും തടയിടാൻ പാകത്തിന്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പാകത്തിനൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. എടുത്തു പറയേണ്ടത് ഈ ഗതാഗത പ്രശ്നങ്ങളാണ്. നിലവിൽ ചെന്നൈ എയർപോർട്ടിൻ്റെയും ഒപ്പം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെയും പ്രവർത്തനം ഏതാണ്ട് നിലച്ചിരിക്കുന്ന മട്ടാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ട്രെയിൻ വന്നു പോകുന്നുണ്ട്, പക്ഷേ നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ചെന്നൈയിൽ സ്റ്റോപ്പുള്ള പല ട്രെയിനുകളും പെരമ്പൂർ വഴിയൊക്കെ, കൊറുക്കപ്പേട്ട പെരമ്പൂർ വഴി മാറ്റിവിടുകയാണ്. ഒപ്പം ചെന്നൈയിൽ നിന്നും ഇന്ന് പുറപ്പെടേണ്ട പല ട്രെയിനുകളും മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടും എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നു. ഒപ്പം എയർപോർട്ടിൻ്റെ
പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉച്ചയോടുകൂടി തടസ്സപ്പെട്ടു. വൈകിട്ട് 7 മണി വരെ ഇവിടെ ഫ്ലൈറ്റുകൾ ഇറക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം ചെന്നൈ എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അപ്പോഴും 7 മണിക്ക് ശേഷവും ഇതേ രീതിയിൽ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ രാത്രിയുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കും.